ഹലോ, ഇന്ന് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബ്രെഡ് പുഡിങ്ങിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ പുഡിംഗ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് തീ പോലും കത്തിക്കേണ്ട ആവശ്യമില്ല. അത്രയ്ക്ക് എളുപ്പത്തിൽ നമുക്ക് ഇതിനൊക്കെ ട്രൈ ചെയ്യാൻ പറ്റിയ നല്ലൊരു പുഡിങ്ങിൻ്റെ റെസിപ്പിയാണിത്. അതിനായിട്ട് ഞാനിപ്പോൾ ഇവിടെ കുറച്ച് ബ്രെഡ് സ്ലൈസസ് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് മുറിച്ച് മാറ്റിയിട്ടുണ്ട്. ഇനി ഈ ബ്രെഡിൻ്റെ അളവ് ഞാൻ പറയുന്നില്ല, കാരണം നമ്മൾ എടുക്കുന്ന ട്രേക്ക് അനുസരിച്ചിട്ട് അതിൽ വ്യത്യാസം വരും. ഞാനിപ്പോൾ ഇവിടെ കുറച്ച് വലിയ ട്രേയിലാണ് ഇത് ചെയ്യുന്നത്. കൂടാതെ തന്നെ 2 ലെയറായിട്ടാണ് ചെയ്യുന്നത്. ഇനി മറ്റൊരു ബൗൾ എടുത്ത് അതിലേക്ക് 1 കപ്പ് പാൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഫ്ലേവറിന് വേണ്ടിയിട്ട് ഞാൻ ചേർക്കുന്നത് 1 ടേബിൾ സ്പൂൺ ബൂസ്റ്റാണ്. അപ്പോൾ ബൂസ്റ്റ് പൊടി ഇതിലേക്ക് ഇട്ട് കൊടുത്ത് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ബൂസ്റ്റ് കയ്യിലില്ലെങ്കിൽ, അതല്ലെങ്കിൽ ബൂസ്റ്റിൻ്റെ ഫ്ലേവർ ഇഷ്ടമില്ലെങ്കിൽ കോഫി പൗഡർ ഉണ്ടെങ്കിൽ അതെടുത്താലും മതി. ഇത് നന്നായിട്ട് കട്ടയൊന്നും ഇല്ലാതെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഇളം ചൂടുള്ള പാലാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഇത് മിക്സ് ചെയ്ത് കിട്ടും. ഇതൊന്ന് മാറ്റി വെക്കാം. ഇനി മറ്റൊരു ബൗളിൽ 1 കപ്പ് വിപ്പിംഗ് ക്രീം ഒന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ വിപ്പിംഗ് ക്രീമിന് പകരമായിട്ട് ഫ്രഷ് ക്രീം എടുക്കാം. നല്ല തിക്കായിട്ടുള്ള ഫ്രഷ് ക്രീം ഉണ്ടെങ്കിൽ അതെടുത്താലും മതി. ഫ്രഷ് ക്രീം എടുക്കുമ്പോൾ അത് ബീറ്റ് ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല. കുറച്ച് പഞ്ചസാര ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. ഇനി ഞാൻ ഇതിലേക്ക് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 1 ടീസ്പൂൺ ബൂസ്റ്റ് പൊടിയിലേക്ക് 1 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നന്നായി മിക്സായി കഴിഞ്ഞാൽ ഈ കൂട്ട് വിപ്പിംഗ് ക്രീമിലേക്ക് ഒഴിച്ചു കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ബൂസ്റ്റിന് ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ നേരിട്ട് ബൂസ്റ്റ് പൊടി ചേർക്കുകയാണെങ്കിൽ ഇതിങ്ങനെ മിക്സ് ആയി കിട്ടില്ല, കട്ട പിടിച്ച പോലെ ഇരിക്കും. അതുകൊണ്ടാണ് വെള്ളത്തിൽ മിക്സ് ചെയ്ത് ചേർത്തിട്ടുള്ളത്. ഇനി പാലിൽ വേണമെങ്കിലും ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം, പക്ഷേ അത്ര കളർ കിട്ടില്ല. വെള്ളത്തിലാകുമ്പോൾ കുറച്ചുകൂടി കളർ കിട്ടും. അപ്പോൾ ഇതിപ്പോൾ ഇവിടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് മാറ്റി വെക്കാം. ഇനി നമുക്ക് പുഡിംഗ് എങ്ങനെ സെറ്റ് ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിപ്പോൾ ഇവിടെ പുഡിംഗ് ട്രേ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഈ ട്രേയിലാണ് ഞാനിപ്പോൾ പുഡിംഗ് സെറ്റ് ചെയ്തെടുക്കുന്നത്. ഇനി ഓരോ ബ്രെഡ് സ്ലൈസും എടുത്തിട്ട് ഈ പാലിൻ്റെ കൂട്ടിലൊന്ന് ഡിപ്പ് ചെയ്തെടുത്തിട്ട് ട്രേയിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ ട്രെയിനിൻ്റെ എല്ലാ ഭാഗത്തും ആകുന്ന രീതിയിലാണ് വെച്ച് കൊടുക്കേണ്ടത്. ഇനി ഇതിൻ്റെ സൈഡിലൊക്കെ ബ്രെഡിൻ്റെ പീസസ് വെച്ചിട്ട് നമുക്കൊന്ന് ഫില്ല് ചെയ്തെടുക്കണം. അപ്പോൾ ഇതെല്ലാം ഒന്ന് ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വിപ്പിംഗ് ക്രീമിൻ്റെ പകുതി ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി എല്ലായിടത്തും ഒരുപോലെ ഒന്ന് ലെവലാക്കി എടുക്കണം. അപ്പോൾ ഫസ്റ്റ് ലെയർ ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് നട്ട്സാണ് ചേർക്കുന്നത്. നമുക്ക് ഇഷ്ടമുള്ള നട്ട്സൊക്കെ ചേർക്കാം. ഞാനിപ്പോൾ ഇവിടെ കുറച്ച് ബദാം ചോപ്പ് ചെയ്തതാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിൻ്റെ മുകളിലൊക്കെ ഒന്ന് വിതറി കൊടുക്കാം. അപ്പോൾ നട്ട്സൊക്കെ ചേർക്കുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റാണ് ഈ പുഡിങ്ങിന്. പുഡിങ് കഴിക്കുന്ന സമയത്ത് കടിക്കാൻ കിട്ടുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ ഇത് സ്കിപ്പ് ചെയ്യാതെ തന്നെ ചേർക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഇനി ബാക്കിയുള്ള ബ്രെഡ് സ്ലൈസസ് അതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതിപ്പോൾ എല്ലാം ഒന്ന് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള ക്രീം അതിൻ്റെ മുകളിൽ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. എല്ലായിടത്തും ഒരുപോലെ ആകുന്ന രീതിയിൽ ഒന്ന് ലെവലാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ 2 ലെയറായിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഒറ്റ ലെയറായിട്ടും ചെയ്യാം. താഴെ ബ്രെഡ് മാത്രം വെച്ച് കൊടുത്തിട്ട് അടുത്ത ലെയറായിട്ട് വിപ്പിംഗ് ക്രീം വെച്ച് കൊടുക്കാം. അങ്ങനെ ചെയ്തെടുത്താലും മതി. ഞാനിപ്പോൾ കുറച്ചധികം ചെയ്യുന്നതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. ഇനി ഇത് ഒരു ക്ലിംഗ് റാപ്പ് വെച്ചിട്ട് ഒന്ന് കവർ ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് കുറഞ്ഞത് ഒരു 2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒന്ന് സെറ്റ് ചെയ്തെടുക്കണം. നന്നായിട്ടൊന്ന് തണുപ്പിച്ചെടുക്കാം. ഇപ്പോൾ 2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഈ ക്ലിംഗ് റാപ്പൊക്കെ ഒന്ന് മാറ്റാം. അപ്പോൾ പുഡിങ്ങൊക്കെ നന്നായിട്ട് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഒരു സ്ട്രെയിനർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ബൂസ്റ്റ് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് സീവ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ പുഡിങ്ങിൻ്റെ എല്ലാ ഭാഗത്തും ഒരുപോലെ ആകുന്ന രീതിയിൽ വേണം സീവ് ചെയ്ത് കൊടുക്കാൻ. അപ്പോൾ ഇങ്ങനെ തന്നെ ഇത് ഗാർണിഷ് ചെയ്തെടുക്കണം എന്നൊന്നുമില്ല. ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എങ്ങനെയാണ് വേണ്ടത് അതിനനുസരിച്ചിട്ട് ചെയ്യാം. ഞാനിപ്പോൾ ഇങ്ങനെ ചെയ്തു എന്ന് മാത്രം. ഇനി നമുക്ക് ഇത് കട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പുഡിങ്ങിൻ്റെ റെസിപ്പിയാണിത്. നമുക്ക് അധികം ഇൻഗ്രീഡിയൻസിൻ്റെ ആവശ്യമൊന്നുമില്ല. തീ പോലും കത്തിക്കാതെ വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ഇതിനൊക്കെ ട്രൈ ചെയ്യാൻ പറ്റിയ നല്ലൊരു പുഡിങ്ങിൻ്റെ റെസിപ്പിയാണിത്. അപ്പോൾ എല്ലാവർക്കും ഈ പുഡിങ് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. വീണ്ടും ഇതുപോലെ ഈസി ആയിട്ടുള്ളതും അതുപോലെ ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്. താങ്ക്